എപ്പോഴും എണീറ്റ് നോക്കണം. അതിനനുസരിച്ച് എനിക്ക് കിത്തുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഫാനൊക്കെ ഇട്ട് കിടച്ചുറങ്ങാണ്. ഗുഡ് മോർണിംഗ്. ഒരു ഹായ് തരൂ, ഒരു ഹായ്. ഗുഡ് മോർണിംഗ് ആയോ? ഞങ്ങൾ പാലൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ട് വരാം അല്ലേ കിത്തു? കിത്തുപ്പാ? ഓ ഓ അമ്മ വരാം. ഇതാണ് കിത്തുവിൻ്റെ ബ്രഷ്. ഇത് നമ്മൾ മീഷോന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. റേറ്റ് എത്രയും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഇത് വെച്ചിട്ടാണ് ആൾക്ക് പല്ല് വന്ന മുതലേ നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഫേസൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് ഫ്രഷായി കുറച്ച് നേരം അവനിരുന്ന് കളിക്കും. നീച്ച ഉടനെ ഫുഡ് കഴിക്കുന്ന ഒരു പ്രകൃതമല്ല. കുറച്ച് നേരം കളിച്ച് ഒരു മാക്സിമം ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേ അവന് കഴിക്കാനുള്ളൊരു മൂഡ് വരുള്ളൂ. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് കിടന്ന് ഇറങ്ങാൻ പോവാണ്. ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പോവാ, ടാറ്റ പോവാ. പെപ്പിടണ്ടേ? കണ്ടോ പോവാ പറഞ്ഞപ്പോഴേക്കും ആൾ നീറ്റു. അപ്പം ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങട്ടെ. ജസ്റ്റ് ഒന്ന് കളിച്ച് ക്ഷീണിച്ചിട്ടൊക്കെ ഒന്ന് വരാം. അപ്പോൾ ആൾക്ക് ഫുഡ് കഴിക്കാനൊരു ഇതുണ്ടാവും. പോവാം. ടാറ്റാ. ഒരു ടാറ്റ തന്നോ കിത്തു? ഓ ടാറ്റ ഉണ്ടോ? ആൾക്ക് എണീക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബെഡായതുകൊണ്ട് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എടുത്ത് ചെരുപ്പൊക്കെ നട്ട് നോക്കട്ടെ. കിത്തു ടാറ്റ. കിത്തു ടാറ്റാ. ആണ്ടേക്ക് ടാറ്റ കൊടുത്ത് പോരാണ് കേട്ടോ ആള്. അപ്പോൾ പോവാം കിത്തു, പോവാം. എപ്പിടാ എപ്പിട്ടെ ടാറ്റ. ടാറ്റ പോവാണോ? റെഡി? ഓക്കെ. 1 2 ഇതാണ് കിറ്റുവിൻ്റെ സ്വന്തം പൈസ. അതുകൊണ്ട് ഇങ്ങനെ തോണ്ടിക്കളിച്ച് നടക്കാനാണ് അവനിഷ്ടം. ഒരു അച്ഛനെ കണ്ട് അതിനെ വെറുതെ വിടുന്നില്ല. എന്തത് കിത്തു? ഏയ് അടുത്ത പരിപാടി മതിൽ നിന്ന് കാണുന്ന ചേരാട്ടേനൊക്കെ തോണ്ടി താഴെ അതിനെ റൗണ്ടാക്കുക.
കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കിത്തു കൂട്ടാ, നോ മൈൻഡ്. കിത്തു നല്ല കളിയിലാണ്. അങ്ങനെ ഒരുവിധം ആളെ പുള്ളിക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു യുദ്ധമായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലും ഒക്കെ കഴിഞ്ഞ് കയറി. അപ്പോൾ കിത്തു മിക്കവാറും ചെയറിലിരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുക. അത് തന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്, മുത്തശ്ശീൻ്റെ വക ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതൊന്നുമില്ല, പക്ഷേ കഴിക്കുന്നത് ക്വാണ്ടിറ്റി കുറവാകുന്നുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ദോശയും ഗ്രീൻ പീസുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്ത ആൾ തന്നെ അങ്ങനെ പെറുക്കി കഴിച്ചോളും. വാരി കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല. അത് കുറേ ആയി സ്റ്റോപ്പായിട്ട്. അപ്പോൾ നമുക്ക് കിത്തുവിന് ഫുഡ് കൊടുക്കാം. കിത്തു, അപ്പോൾ പിന്നെ വെള്ളമാക്കല്ലേ അതിക്ക്. വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ. കളിക്കുന്നിടത്ത് നിർത്താൻ വന്നാണ്. ഇതിനി 1 മണിക്കൂർ നീണ്ട ചടങ്ങാണ്. ഓരോന്ന് പെറുക്കി കഴിച്ച്. കിത്ത അപ്പാപ്പ് കഴിക്കൂ. കഴിച്ചോളൂ കിത്തു. എങ്ങനെ കിത്തു കഴിക്കുക? ഗ്രീൻ പീസാണ് കേട്ടോ പെറുക്കി കഴിക്കണേ. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കും. ശരിക്കും ചെയർ ഭയങ്കര കംഫർട്ടായി. കാരണം ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ചെയർ ഭയങ്കര ഉപകാരമായിട്ടോ. എന്താ വെച്ചാൽ നമുക്ക് എടുത്ത് നടന്ന് ഫുഡ് കൊടുക്കാൻ കുറച്ച് ലിമിറ്റ് ഉണ്ടായിരുന്നു. അവനെ കുറച്ചായപ്പോൾ ഫുഡ് തട്ടലും ഒക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിലിരുത്തി ഫുഡ് കൊടുക്കാൻ ഭയങ്കര കംഫർട്ടാണ്. ആളങ്ങനെ അയാൾ കംഫർട്ടിനനുസരിച്ച് ഇങ്ങനെ ഇരുന്നോളും. കുറേ കാലൊക്കെ കയറ്റി വയ്ക്കും, കൈയൊക്കെ കയറ്റി വെച്ച് അവർ കഴിക്കുന്നത് കൊടുത്തോളൂ. അതിൻ്റെ സൗകര്യത്തിന് അങ്ങനെ ഇരുന്ന് കുറേശ്ശെ കഴിച്ചോളും. അതാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ നോക്കാണ്. ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ പിന്നെ കുട്ടികളെല്ലാവരുടെ മൂഡിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഭയങ്കര ക്ഷമ. ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അവന് ഓരോന്ന് ചെയ്യുന്നത് നോക്കിയിരിക്കാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ കഴിച്ചോളൂ. തൊലി കളയുന്നുണ്ട് കേട്ടോ ആള്. ഇറക്കാൻ പറ്റുന്ന അതിൻ്റെ തൊലി ഒക്കെ തുപ്പി കളയുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുകയാണ്. ദോശയൊക്കെ എടുത്ത്. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. കുറച്ച് നേരം കളിക്കുന്നു കിത്തു. കളി കഴിഞ്ഞ് ഇനി ഇങ്ങനെ കുളിക്കാനുള്ള പുറപ്പെടാണ്. കിത്തു പൗഡർ ഇട്ടിട്ടാണ് കുളിക്കാൻ പോണേ. കിത്തു കുളിക്കാൻ പോവാ? റെഡി? നല്ല കളിയിലാണ്. അപ്പോൾ കൊണ്ടുപോയി ഇനി എണ്ണയൊക്കെ തേപ്പിച്ച് സെറ്റാക്കി ഞങ്ങൾ കുളിക്കട്ടെ. ബൈ. വെളിച്ചെണ്ണയൊക്കെ തേച്ച് സെറ്റായിട്ടുണ്ട്. കിത്ത് കുളിക്കാനുള്ള പരിപാടിയിലാണ്. ലഗിത്തോ ഓക്കെ. കുളി കഴിഞ്ഞാൽ അവന് യൂസ് ചെയ്യുന്നതാണ് ജോൺസൺസ് ബേബീൻ്റെ മോയ്സ്ചറൈസർ. അത് കുറച്ചായിട്ട് തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഇനി വൈറ്റമിൻ ഡി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തരൂ? ആ ഓക്കെ, ഇപ്പോൾ തരാം. ഒരു കയ്യിൽ കുപ്പി പില്ലറൊക്കെ പിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ തരാം കേട്ടോ. നല്ല കുട്ടിയായിട്ടിരുന്ന് വൈറ്റമിൻ ഡി കൊടുക്കുന്ന അവ്യുത്ത് അമ്മ തരാം. ആ ഇത് കഴിഞ്ഞിട്ടാണ് കിട്ടു കേട്ടോ. ആദ്യം അമ്മ, പിന്നെ കിട്ടു.
ഇനി കിത്തുവിന് ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണം. അപ്പോൾ കിത്തു കുപ്പിയിലൊക്കെ ഒന്ന് ഇട്ട് എടുക്കുന്ന പോലെയൊക്കെ ഒന്ന് കാണിച്ച് ഇതൊക്കെയാണ് അവൻ്റെ സന്തോഷം. സൂപ്പറാ സൂപ്പറാ. മതി, ഇനി നാളെയാണ്. എടുത്തോളൂ, കിത്തെടുത്തോ. ഞാൻ മടക്കിയൊക്കെ കേട്ടോ. ഇനി പെട്ടിയിലിട്ടേക്ക് കിത്തും, പെട്ടിയിലിട്ടേക്കും. ഇതിലിട്ടോളൂ. ഗുഡ് ബോയ് ആയിട്ടിടും. ഇതമ്മ എടുത്തേക്കാ, കുപ്പിട്ടു. ഗുഡ് ബോയ്. പാണ്ഡേനെ ഭയങ്കര ഇഷ്ടാട്ടോ. പാണ്ഡയ്ക്ക് ഉമ്മ കൊടുത്തതാ. നമ്മളാരും ഉമ്മ ചോദിച്ചാൽ തരില്ല കേട്ടോ. പാണ്ഡയ്ക്കൊക്കെ വേഗം ഉമ്മ കൊടുക്കും. എന്നാ പാണ്ഡയ്ക്ക് കൊടുത്ത മരുന്ന്. ഇനി അവൻ കുറച്ചു നേരം കളിക്കും. ഒരു 12 മണിയൊക്കെ ആവും ഇനി ഉറങ്ങാനൊക്കെ. ഇതുവരെ അവനങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കിത്തുപ്പാ ഒരാവശ്യത്തിന് വിളിച്ചാൽ വരില്ല, അതാണ് പിന്നെ ഉള്ളത്. ആളൊറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ചോറിങ്ങനെ കഴിച്ചാൽ വയറ്റി കിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കുറുക്കി കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ഇന്ന് കുറച്ച് പൊട്ടാറ്റോ വേവിച്ചായിരുന്നു. അതും ഗ്രീൻ പീസും പിന്നെ കാബേജ് ഉപ്പേരിട്ടൊന്ന് വെച്ചെടുത്തത്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മമ്മ വന്നു. കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുകയാണ്. കളിച്ചിരിക്കുക. ഞങ്ങളുടെ മേലെഴുതലൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അച്ഛൻ റംബൂട്ടാനൊക്കെ കൊണ്ടുവന്നത്. റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാനൊക്കെ അങ്ങനെ കഴിച്ചിരുന്നത്. മേലെഴുതലൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ കഴിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിത്തുവിൻ്റെ ബുക്കാണത്. പഠിച്ച് കഴിയാനായി. ഇനി അത് 2 പേജോ പറ്റുള്ളൂ. എവിടെ കിത്തോ കാറ്? എന്തൊക്കെയോ പറയാണ് കേട്ടോ. എവിടെ മീമ? എവിടെ തൊട്ട് കാണിക്ക് മീമീനെ. മീമ എവിടെടാ? എവിടെ മീമിനെ തൊട്ടാ? അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ബുക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ തൊട്ടും തലോടിയും ചവിട്ടിയൊക്കെ അങ്ങനെ സമയം കളയും. ലയൺ എവിടെ? ഗുഡ് ബോയ്. തത്തമ്മ എവിടെ കിത്തുവോ? അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. മാംഗോ എവിടെ? മാംഗോ തത്തമ്മ എവിടെ? തത്തമ്മ. പാരറ്റ് എവിടെ? എവിടെ? ദാ കിത്തു ഫുട്ബോൾ കളിക്കുകയാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ബോൾ അതെടുത്ത് ഇങ്ങനെ യൂണിക്കോണിൻ്റെ ബോളൊക്കെ ഇതിങ്ങനെ കുറേ എടുത്തും കുറേ തട്ടിയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അതിന്മേൽ സ്പെൻഡ് ചെയ്യും. അല്ല കിത്തോ? എന്നാ അച്ചു
കിത്തുപ്പോൾ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. കുറേ പുറത്താണ് എന്നാലും കിത്തുക്കുട്ടി ഉറങ്ങി. നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്, 8 മണിക്കായപ്പോൾ ഉറങ്ങി. ആൾ 10 മണിയാകുമ്പോൾ 10 മണീൻ്റെ ഉള്ളിൽ ഉറങ്ങാറുണ്ട് ഇപ്പോൾ ഒരാഴ്ചയ്ക്കായിട്ട്. ഗുഡ് നൈറ്റ്. കിത്തുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.